മലയാള സിനിമയുടെ പുതുതലമുറ തിയേറ്ററുകളിൽ പിച്ചവെച്ചും ഓടിക്കളിച്ചും വളർന്നു വരുമ്പോൾ അവർക്കിടയിലേക്ക് വിരസതയുടെ കൊമ്പുകുലുക്കി ചിഹ്നം വിളിച്ച് പാഞ്ഞടുക്കുകയാണ് താപ്പാന. ആസ്വാദനത്തിന്റെ പുതുരുചി നുകർന്നു തുടങ്ങിയ പ്രേക്ഷക മനസ്സിന് കൈപ്പേറിയ അനുഭവങ്ങളാണ് താപ്പാന വിളമ്പുന്നത്. മമ്മൂട്ടി എന്ന മെഗാ താരത്തിന് ലഭ്യമാവുന്ന സാറ്റലൈറ്റ് റൈറ്റ്, അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദത്തിന്റെ സഹകരണം എന്നിവ കൂടിച്ചേരുമ്പോൾ താപ്പാന സാമ്പത്തികമായി സുരക്ഷിതത്വം കൈവരിച്ചേക്കും. എന്നാൽ 375 സിനിമകളോളം ചെയ്ത മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി എന്ന നടനെ സ്നേഹിക്കുന്നവരുടെ ഒപ്പം സിനിമയെന്ന കലാരൂപത്തെ മാത്രം ആരാധിക്കുന്ന നിഷ്പക്ഷമതികളായ പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ മനസ്സിനെ താപ്പാന ദരിദ്രമാക്കി കളയുക തന്നെ ചെയ്യും. താപ്പാന എന്ന സിനിമയെക്കുറിച്ച് ഏറെയൊന്നും പറയാനില്ല. യാതൊരു പ്രതീക്ഷകളുമില്ലാതെ ഈ ഉത്സവകാലത്ത് മറ്റ് ആഘോഷങ്ങൾക്കൊന്നും മിനക്കെടാതെ കൊന്നു രസിക്കാൻ മാത്രമുള്ള സമയത്തെ കൂട്ടിലിട്ട് വളർത്തുന്നവർക്ക് താപ്പാനയുടെ വികൃതികൾ കാണാം. മുരളി ഗോപിക്ക് നൽകിയ പ്രതിനായക വേഷം ആൾ സമർത്ഥമായി ഉപയോഗിച്ചുവെന്ന് പറയാതെ വയ്യ. തുടക്കത്തിൽ തന്നെ താപ്പാനയുടെ ഒടുക്കത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ധാരണ ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ. പ്രേക്ഷകന്റെ ഊഹങ്ങളെ വഴിതെറ്റിക്കാനും പരാജയപ്പെടുത്താനും ആവാതെ അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നുവെങ്കിൽ അത് തികച്ചും പരാജയമാണ് സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും. ആഗസ്റ്റ് 15 മുതൽ കോബ്ര വരെയുള്ള 7 സിനിമകളുടെ ജാതകം എന്തായിരുന്നുവെന്ന് മമ്മൂട്ടി ആലോചിച്ചിരുന്നെങ്കിൽ ദുർബലനായ ഈ താപ്പാനയായി പ്രേക്ഷകരെ തെളിച്ച് തിയേറ്ററിൽ കയറ്റാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. കുഴിയിൽ വീണ കാട്ടാനകളായി പ്രേക്ഷകരെ ധരിക്കേണ്ടതില്ല. ഒരു കൊമ്പനും വമ്പനും.